സോ ഗൈസ് ഡിസംബർ 5-ാം തീയതി കളംകാവിൽ റിലീസ് ആവുകയാണ്. എന്തായാലും പടത്തിന് നല്ലൊരു എക്സ്പെക്ടേഷൻ കാര്യങ്ങൾ തന്നെ ഉണ്ട്. അത് കൂടാതെ പടം നല്ല രീതിക്ക് തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയാണ്. അങ്ങനെ ഇരിക്കെ ഈ ഒരു സിനിമയെ പറ്റി പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഈ ഒരു സിനിമ റിയൽ ലൈഫ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറിയാണോ അല്ലെങ്കിൽ സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന സീരിയൽ കില്ലറെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ആ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് നമ്മുടെ സിനിമയിലേക്ക് അവർ കണക്ട് ചെയ്യാന്നുള്ളത്. സോ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പടം കംപ്ലീറ്റ്ലി റിയൽ ലൈഫ് ബേസ്ഡ് സ്റ്റോറി അല്ല എന്ന് ഓൾറെഡി പടത്തിന്റെ ഡയറക്ടറും റൈറ്ററും കൺഫേം ചെയ്ത കാര്യമാണ്. കംപ്ലീറ്റ്ലി റിയൽ ലൈഫ് ബേസ്ഡ് അല്ലെന്ന് റൈറ്ററും ഡയറക്ടറും കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ സൈനൈഡ് മോഹനൻ എന്ന് പറയുന്ന സീരിയൽ കില്ലറിൽ നിന്ന് ഇൻസ്പയർഡ് ആവാൻ നല്ല സാധ്യതയുണ്ട്. മമ്മൂക്കയുടെ ക്യാരക്ടറിന് മാത്രമല്ല, ഒരുപക്ഷെ ആ ഒരു റിയൽ ഇൻസിഡന്റ് ആയിട്ട് ഈ സിനിമയുടെ കഥയ്ക്കും ചെറിയ ചെറിയ ബന്ധങ്ങൾ ഉണ്ടായേക്കാം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സൈനൈഡ് മോഹനൻ ആരാന്ന് അറിയണം, അല്ലെങ്കിൽ സൈനൈഡ് മോഹനന്റെ കഥ എന്താണെന്ന് അറിയണം. സോ സൈനൈഡ് മോഹനന്റെ കഥ എന്താണെന്ന് ഞാൻ വളരെ ചുരുക്കി പെട്ടെന്ന് പറഞ്ഞുതരാം. വർഷം 2003-നും 2009-നും ഇടയിൽ കർണാടകയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ബസ് സ്റ്റാൻഡുകളുടെ റെസ്റ്റ് റൂമുകളിൽ നിന്ന് 20 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള 20ഓളം സ്ത്രീകളുടെ ബോഡി കണ്ടെത്തി. 20 ഡെഡ് ബോഡികളിലും വിവാഹ വസ്ത്രം ധരിച്ച നിലയിൽ, എന്നാൽ സ്വർണ്ണാഭരണങ്ങൾ ഒന്നുമില്ലാത്ത രീതിയിലാണ് കണ്ടെത്തിയത്. ഇവരുടെ എല്ലാവരുടെയും മരണ കാരണം വിഷം ഉള്ളിച്ചെന്നു എന്നതായിരുന്നു. ഇവരെല്ലാവരും വിഷം ഉള്ളിച്ചെന്നാണ് മരിച്ചതെങ്കിൽ പോലും ഇതിൽ 1-2 ആൾക്കാരുടെ മാത്രമേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ബ്ലഡ് ടെസ്റ്റിൽ നിന്നും അവരുടെ ഉള്ളിൽ ചെന്ന വിഷം സൈനൈഡ് ആണെന്ന് കണ്ടെത്തി. ഒരേപോലെയുള്ള ഇത്രയധികം ദുരൂഹ മരണങ്ങൾ നടന്നിട്ടും കർണാടക പോലീസിന് ഇതിന് പിന്നിൽ ഒരു സീരിയൽ കില്ലർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ 6 വർഷത്തോളം സമയമെടുത്തു. ഈ ഒരു ലിസ്റ്റിലെ 19ാമത്തെ വിക്ടിമായ 22 വയസ്സ് മാത്രം പ്രായമുള്ള 2009 ജൂൺ 16-ന് കാണാതായ അനിത എന്ന് പറയുന്ന സ്ത്രീയുടെ മിസ്സിംഗ് കേസിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പോലീസുകാർക്ക് ഒരു ചെറിയ സംശയം ഉണ്ടാകുന്നത്. അതായത് അനിതയുടെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ അനിത മിസ്സിംഗ് ആവുന്നതിന് മുമ്പ് എല്ലാ ദിവസവും അനിത കാവേരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഫോണിലേക്ക് ഡെയിലി ഒരുപാട് നേരം വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിലൊരു സംശയം തോന്നിയ പോലീസുകാർ കാവേരി അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അറിഞ്ഞത് കാവേരി മിസ്സിംഗ് ആയിട്ട് മാസങ്ങളായെന്ന്. ഇതിനെ തുടർന്ന് പോലീസുകാർ കാവേരിയുടെ കോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോൾ എന്താണോ അനിത ചെയ്തത് അതുപോലെ തന്നെ കാവേരിയും ഒരുപാട് സമയം പുഷ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഫോണിലേക്ക് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പുഷ്പയിലേക്ക് അന്വേഷണം എത്തിച്ചെന്നപ്പോഴാണ് അറിയുന്നത് പുഷ്പ 1 വർഷം മുമ്പ് മിസ്സിംഗ് ആയതാണെന്ന്. പുഷ്പയുടെ കോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പുഷ്പ ഇതുപോലെ മറ്റൊരു സ്ത്രീയെ വിളിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകും തോറും ഓരോ സ്ത്രീയിൽ നിന്നും മറ്റൊരു സ്ത്രീയിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ചെയിൻ ആയിട്ട് 20ഓളം സ്ത്രീകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ഇങ്ങനെ മരിച്ചുപോയ എല്ലാ സ്ത്രീകളും ഏതെങ്കിലും സെക്സ് റാക്കറ്റിന്റെ പിടിയിൽ അകപ്പെട്ടതായിരിക്കാം എന്നായിരുന്നു പോലീസ് ആദ്യം വിചാരിച്ചത്. അങ്ങനെ ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിനിടയിലാണ് മരിച്ചുപോയ കാവേരിയുടെ ഫോൺ എവിടെ വെച്ചോ ഇടയ്ക്കൊന്ന് സ്വിച്ച് ഓൺ ആയെന്ന് അറിയുന്നത്. അങ്ങനെ കാവേരിയുടെ ഫോൺ ട്രാക്ക് ചെയ്ത് ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ ഒരു ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ധനുഷ് എന്ന് പറയുന്ന ഒരു പയ്യനാണെന്ന്. അതിനെ തുടർന്ന് പോലീസ് 16 വയസ്സ് പ്രായം മാത്രമുള്ള ധനുഷ് എന്ന് പറയുന്ന പയ്യനെ കസ്റ്റഡിയിൽ എടുത്തെങ്കിൽ പോലും അവൻ ഈ കാണാതായ സ്ത്രീകളെ പറ്റി ഒരു അറിവോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. പിന്നീട് പോലീസ് ആ പയ്യനോട് ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നാണ് പോലീസിന് മനസ്സിലായത് ആ ഒരു ഫോൺ അവന്റെ മാമനായിട്ടുള്ള മോഹൻ കുമാർ കൊടുത്തതാന്നുള്ളത്. അതിനെ തുടർന്ന് സ്കൂൾ അധ്യാപകനായിട്ടുള്ള മോഹൻ കുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി. കസ്റ്റഡിയിലെടുത്ത അന്ന് തന്നെ ഈ 20 സ്ത്രീകളുടെയും കൊലപാതകത്തിന് പിന്നിൽ ഈ മോഹൻ കുമാർ ആണ് എന്ന് പോലീസുകാർ ആരോപിച്ചു. അതിനെ തുടർന്നാണ് മോഹൻ കുമാർ എന്ന് പറയുന്ന സ്കൂൾ അധ്യാപകൻ സൈനൈഡ് മോഹനായി മാറിയത്. വിവാഹപ്രായമായി എടുത്തു നിൽക്കുന്ന സ്ത്രീകളെ പ്രണയിച്ച് വിവാഹ വാഗ്ദാനം നൽകി അവരുമായി സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് ഗർഭിണിയാകാതിരിക്കാൻ വേണ്ടി ഗർഭനിയന്ത്രിത ഗുളിക എന്ന പേരിൽ സൈനൈഡ് മിക്സ് ചെയ്ത ഗുളികകൾ കൊടുത്തുകൊണ്ടാണ് ആള് കൊലപാതകങ്ങൾ നടത്തിയത്. മരണം ഉറപ്പിച്ചതിന് ശേഷം സ്ത്രീകളുടെ ദേഹത്തു നിന്നുള്ള ആഭരണങ്ങളും മറ്റു വസ്തുക്കളും ഒക്കെ എടുത്തുകൊണ്ട് ആള് രക്ഷപ്പെടും. അതായിരുന്നു ആളുടെ രീതി. ഇതിനുശേഷം മരണപ്പെട്ട സ്ത്രീയുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അവരുടെ സിം കാർഡോ യൂസ് ചെയ്ത് അടുത്ത ആളെ കോൺടാക്ട് ചെയ്യും. പോലീസിന്റെ കണക്ക് പ്രകാരം 20 പേരെയാണ് ഇതുപോലെ കൊന്നിട്ടുണ്ടെങ്കിൽ പോലും മോഹൻ കുമാർ പോലീസിനോട് പറഞ്ഞത് ആളെ ഏകദേശം 32 പേരെയോളം ഇതുപോലെ കൊന്നിട്ടുണ്ടെന്നാണ്. അത് മാത്രമല്ല ഒരാളെ കൊന്നതിന് ശേഷം ആൾക്ക് ഓൾമോസ്റ്റ് 2 ആഴ്ചത്തോളം കുറ്റബോധം കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാറുണ്ടെന്നാണ് ആൾ പറഞ്ഞത്. എന്നാൽ ഈ കുറ്റബോധം കാര്യങ്ങളൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ ആൾ അടുത്ത വിക്ടിമിനെ തെരഞ്ഞെടുക്കും. അപ്പോൾ ഇതായിരുന്നു സൈനൈഡ് മോഹനന്റെ കഥ. സോ ഗൈസ് ഇനി നമുക്ക് ഏത് രീതിയിലായിരിക്കും ഈ ഒരു സീരിയൽ കില്ലറും അതുപോലെ നമ്മുടെ മമ്മൂക്കയുടെ ക്യാരക്ടറും തമ്മിൽ കണക്ഷൻ വരാൻ ചാൻസ് ഉള്ളതെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മമ്മൂക്കയുടെ ക്യാരക്ടർ സീരിയൽ കില്ലർ ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. പടം അനൗൺസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഈ സീരിയൽ കില്ലർ എന്നൊരു സംഭവം ഇങ്ങനെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്ന് നടപ്പുണ്ടായിരുന്നു. ബട്ട് സീരിയൽ കില്ലർ ആണ് എന്ന് കൺഫേം ആയിട്ടൊരു ന്യൂസ് വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ബട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ടീസറിലും ട്രെയിലറിലും ചില സീനൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലാസ്റ്റ് വന്ന ആ ഒരു ട്രെയിലറിന്റെ ലാസ്റ്റ് 5 സെക്കൻഡ് എങ്ങാണ്ടാണ് ആകെ മമ്മൂക്കയെ കാണിക്കുന്നത്. അപ്പൊ ആള് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴാണെന്ന് അറിയോ. അപ്പൊ ഈ ഒരു ഡയലോഗിൽ നിന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ കില്ലറാന്നുള്ളത്. ബട്ട് ഈ ഒരു സംഭവത്തിൽ സീരിയൽ കില്ലർ ആവാൻ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പൊ ഒരു കൊലപാതകം നടത്തിയ ഒരാളാണെങ്കിൽ
കിൽ പോയി ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്ന എന്തിനെ കൊല്ലുമ്പോഴാണ്? അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ചോദ്യം തന്നെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നോർമൽ കില്ലർ ആണ് എങ്കിൽ ഒരിക്കലും അതുപോലെ ഒരു ചോദ്യം മറ്റൊരാളോട് പോയി ചോദിക്കത്തുമില്ല. ഇങ്ങനെയൊക്കെ ഒരാൾ ചോദിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ആളൊരു സൈക്കോപാത്ത് കൈൻഡ് ഓഫ് സീരിയൽ കില്ലർ ആയിരിക്കണം. ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു സീരിയൽ കില്ലർ ആവാൻ ചാൻസ് ഉണ്ട്. ഇനിയുള്ളത് മമ്മൂക്കയുടെ ക്യാരക്ടർ ആണോ സൈനൈഡ് മോഹൻ? ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഡൗട്ട് അടിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ പടത്തിന്റെ ഓരോ പോസ്റ്റർ ബൈ പോസ്റ്റർ വരുമ്പോഴും അതിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു പ്രസൻസ് ആണ്. സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് പോസ്റ്ററിലെ സ്ത്രീകളുടെ പ്രസൻസ്, അതായത് മുഖമില്ല, ഒന്നുമില്ല, ആരാന്ന് പോലും അറിയത്തില്ല, പക്ഷെ കുറെ സ്ത്രീകളെ നമുക്ക് പോസ്റ്ററുകളിൽ കാണാൻ പറ്റും. എല്ലാ പോസ്റ്ററിലും ഓൾമോസ്റ്റ് എവറി സിംഗിൾ പോസ്റ്ററിലും നമുക്കൊരു സ്ത്രീയെ കാണാൻ പറ്റും. ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീയോ, ഇഷ്ടംപോലെ സ്ത്രീകളുള്ള പോസ്റ്ററൊക്കെ ഉണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, റിയൽ ലൈഫിൽ നമ്മൾ സൈനൈഡ് മോഹന്റെ കാര്യം നോക്കുമ്പോഴത്തേന് ആളുടെ ടാർഗറ്റ് എന്ന് പറയുന്ന സ്ത്രീകളായിരുന്നു. നമ്മൾ സിനിമയുടെ കാര്യം നോക്കുമ്പോഴത്തേന് ഇതിൽ ഒരുപാട് സ്ത്രീകളുടെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എന്റെ ഈ ഒരു സംശയം ഊട്ടി ഉറപ്പിച്ച ഒരു സംഭവമായിരുന്നു മറ്റേ ഒരു ടീസർ വന്നപ്പോഴത്തിൽ അതിലെ ലാസ്റ്റത്തെ മമ്മൂക്ക നോക്കുന്ന ഒരു സീൻ. അത് കണ്ടാലേ അറിയാം അതൊരു നോർമൽ നോട്ടമല്ല, അതൊരു കൈൻഡ് ഓഫ് ലെസ്റ്റ് വെച്ചിട്ടുള്ള നോട്ടമാണ്, വേറെ ഒന്നും അല്ല. അത് കാണുമ്പോഴേ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. 100% അത് നോക്കുന്ന ഒരു സ്ത്രീയെ തന്നെ ആവാനാണ് ചാൻസും. ഓൾമോസ്റ്റ് പടം അനൗൺസ് ചെയ്ത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം ഒരു സമയത്തൊക്കെ പടത്തിന് A സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നതെന്നൊരു കൈൻഡ് ഓഫ് ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ന്യൂസ് അല്ല, റൂമേഴ്സ്. എനിക്ക് അറിയത്തില്ല എത്ര ആൾക്കാർ അത് കേട്ടിട്ടുണ്ടെന്ന്. ഞാൻ കേട്ടിരുന്നു അങ്ങനെ ഒരു സംഭവം. പിന്നീട് പടത്തിന് 16+ ആണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു റൂമർ ആയിരുന്നു മമ്മൂക്കയുടെ ക്യാരക്ടർ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ആണെന്നുള്ളത്. സോ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേന് മമ്മൂക്കയുടെ ക്യാരക്ടറും സൈനൈഡ് മോഹനും തമ്മിൽ അത്യാവശ്യം നല്ല കണക്ഷൻ ഉള്ള പോലൊക്കെ തോന്നുന്നുണ്ട്. മമ്മൂക്കയുടെ ക്യാരക്ടർ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സീരിയൽ കില്ലർ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. എൻകേസ് എനിക്ക് വേറൊരു കാര്യം കൂടെ തോന്നിയായിരുന്നു. ഇത് കംപ്ലീറ്റ്ലി എനിക്ക് തോന്നിയ ഒരു തിയറി മാത്രമാണ്. ഒരു പക്ഷേ ഇത് ശരിയായേക്കാം, ശരിയാവാതെ ഇരിക്കാം. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ പടത്തിന്റെ പോസ്റ്ററുകളിലുള്ള സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രസൻസ്. ബട്ട് നോർമലി എല്ലാ പോസ്റ്ററിലും ഒന്നെങ്കിൽ മമ്മൂക്ക കാണും അല്ലെങ്കിൽ വിനായകൻ കാണും. അതിന്റെ കൂടെയാണ് ഈ സ്ത്രീകളുടെ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ പടത്തിന്റെ ഒരു പോസ്റ്റർ ഉണ്ട്. അതായത് പടം റിലീസ് ഡേറ്റ് കൺഫേം ആയി കഴിഞ്ഞ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഒരു പോസ്റ്റർ ഇറക്കി. 21 days to go എന്ന് പറഞ്ഞായിരുന്നു ആ പോസ്റ്റർ ഇറക്കിയത്. ആ ഒരു പോസ്റ്റർ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ചുണ്ട്, ഒരു മൂക്ക്, ഓൾമോസ്റ്റ് ഒരു പകുതി ഫേസ്. അത് കാണുമ്പോഴേ അറിയാം അതൊരു സ്ത്രീയുടെ ഫേസ് ആണെന്ന്. അതുപോലെ കുറെ കൈകൾ കാണാൻ പറ്റുന്നുണ്ട്. അത് കണ്ടിട്ട് അതും സ്ത്രീകളുടെ കൈകൾ പോലെ തന്നെയാണ് തോന്നുന്നത്. അതിന്റെ കൂടെ ഒരു ഡേറ്റും കൂടി 21. സോ ഇത് നമ്മൾ വെറുതെ ഒന്ന് നോക്കുവാണെങ്കിൽ റിയൽ ലൈഫിൽ പോലീസിന്റെ കണക്കനുസരിച്ച് 20 പേരെയാണ് സൈനൈഡ് മോഹനം കൊന്നേക്കുന്നത്. നമ്മൾ ഈ പോസ്റ്റർ നോക്കുവാണെങ്കിൽ ഇതിൽ 21 കാണിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പക്ഷെ മമ്മൂക്കയുടെ ക്യാരക്ടർ 20 കൊലപാതകങ്ങൾ നടത്തി കഴിഞ്ഞ് 21ാമതൊരു കൊലപാതകം നടത്താൻ പോകുമ്പോഴത്തേക്കിനെ തുടർന്നുള്ള കാര്യങ്ങളാണെങ്കിൽ ഈ സിനിമയുടെ കഥ. ഇതെനിക്ക് തോന്നിയ ഒരു സംഭവമാണ്. ഇതിങ്ങനെ ആവണമെന്നൊന്നുമില്ല. പിന്നെ 21 എന്ന് പറയുന്നത് വെറും ഡേറ്റ് ആടാന്നൊന്നും പറഞ്ഞാലും വരില്ല. കാര്യം 21 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിന് കറക്റ്റ് ഇതുപോലെ സ്ത്രീകളുടെ സംഭവം കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ട്. ഒന്നും കാണാതെ ഇങ്ങനെ ഒരു സംഭവം കൊടുക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് 21 എന്ന് പറയുന്ന നമ്പർക്കും സ്ത്രീകളും തമ്മിൽ എന്തോ കണക്ഷൻ ഈ പടത്തിലുണ്ട്. എൻകേസ് എനിക്ക് വേറൊരു കാര്യം കൂടെ തോന്നി. അതായത് ഇപ്പൊ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടുപിടിച്ച സംഭവമാണ് സൈനൈഡ് മോഹന്റെ ലുക്കും അതുപോലെ മമ്മൂക്കയുടെ ലുക്കും. അതായത് ഈ പടത്തിലെ മമ്മൂക്കയുടെ ലുക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ പുറകിലേക്ക് മുടി ചീകി വെച്ചേക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലുക്കാണ്. ഇവരെ രണ്ടുപേരെ ഫോട്ടോ വെച്ചിട്ട് നോക്കുമ്പോഴാണ് അതെനിക്ക് അങ്ങനെ കൂടുതൽ തോന്നിയത്. അതായത് രണ്ടുപേരും മുടി ചീകി വെച്ചേക്കുന്ന രീതിയൊക്കെ സെയിം ആണ്. ഇവ മീശ വരെ സെയിം ആണെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് മമ്മൂക്കയുടെ മീശയ്ക്ക് കുറച്ചൊരു കട്ടി ഉണ്ടെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കറക്റ്റ് ആയതിന്. സോ ഗയ്സ്, ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പടത്തിൽ വരണമെന്ന് ഒരു നിർബന്ധമില്ല. പടത്തിന്റെ ടീസർ, പോസ്റ്റർ, അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും പിന്നെ റിയൽ ലൈഫിൽ നടന്ന ഇൻസിഡന്റ് ഒക്കെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സോ ഗയ്സ്, ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ വീഡിയോ ലൈക്ക് അടിച്ചേക്ക്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചും അതുപോലെ കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ശരിയെന്നാ, ഓക്കെ, ബൈ.